ഹലോ മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ പ്രൊമോ വീഡിയോയിലോട്ട് ഏവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ കണ്ണൻ പതുക്കെ വീൽ ചെയറിൽ നിന്ന് എഴുന്നേറ്റ് നിൽക്കാനുള്ള ശ്രമവും എല്ലാം തന്നെ നമ്മുടെ മാർക്കോയും നമ്മുടെ അർജുനും ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ആ ഒരു സന്തോഷം എല്ലാവരും ഇങ്ങനെ പങ്കിട്ടിരിക്കണം. അപ്പോൾ തോമസ് ഡോക്ടർ പറയുന്നുണ്ട്, ഇതൊക്കെ കുറച്ചും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മഹാലക്ഷ്മിയുടെ കയ്യിൽ പിടിച്ച് നമ്മുടെ കണ്ണൻ നടക്കും എന്നുള്ള കാര്യം തോമസ് ഡോക്ടർ പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ സാഗറിനെ അവിടെ വെച്ച് നമ്മുടെ മഞ്ജു അല്ലല്ലോ, നമ്മുടെ മഹാലക്ഷ്മിയും അതോടൊപ്പം കണ്ണനും കാണുകയാണ്. കാരണം തോമസ് ഡോക്ടറുടെ ഡ്രൈവറാണല്ലോ നമ്മുടെ സാഗർ. അപ്പം സാഗറിനെ കണ്ടുവെങ്കിലും വലിയ മൈൻഡൊന്നും കൊടുത്തില്ല, മഹാലക്ഷ്മിയും കൊടുത്തില്ല, കണ്ണനും കൊടുത്തില്ല. അപ്പോൾ നമ്മുടെ മാർക്കോ പറയുന്നുണ്ട്, കണ്ണൻ സാറേ ഇനിയെങ്കിലും മാർക്കോയോട് സാഗറിനോട് നിങ്ങൾ ഒന്ന് ക്ഷമിക്കണം, അവൻ്റെ തെറ്റ്. അപ്പോൾ മഹാലക്ഷ്മിയും കണ്ണനും പറയും, അതൊക്കെ കണ്ണനോ അല്ലെങ്കിൽ അനന്തോ ഒന്നും ഇതിനെക്കുറിച്ച് പറയണ്ട, കാര്യം മഞ്ജുവിനെ എങ്ങനെയാണ് സാഗർ നോക്കുന്നത് എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ട് കഴിയുമ്പോൾ ഞങ്ങൾ ക്ഷമിക്കും, അതുകൊണ്ട് നിങ്ങളാരും അതിനെക്കുറിച്ച് പറയണ്ട എന്ന് കണ്ണനും മഹാലക്ഷ്മിയും ഇങ്ങനെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന രംഗം എന്ന് പറയുന്നത് നമ്മുടെ മേഘനാഥനും വാമദേവനും കൂടെ കണ്ണൻ്റെ ഇപ്പോഴത്തെ ചികിത്സാ നിലപാട് എങ്ങനെയാണ്, രീതി എന്തൊക്കെയായി, എത്രത്തോളം ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ട് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അച്ഛനെയും കൊണ്ട് ചികിത്സയ്ക്ക് ഇപ്പം തന്നെ പോകണമെന്നും പറഞ്ഞ് മേഘം നിൽക്കുകയാണ്. അപ്പോൾ വാമദേവനും അതിനോടൊപ്പം തയ്യാറായിട്ട് നിൽക്കുകയാണ്. കാരണം അവിടെ ഈ സമയത്ത് ചെന്നാൽ ആ ഒരു ഇപ്പോഴത്തെ രീതി കണ്ണൻ എത്രത്തോളം ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടെന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ. കഴിഞ്ഞിട്ട് പോയതുകൊണ്ട് കാര്യമില്ല. അപ്പോൾ നമ്മുടെ സീമന്തിന് വന്ന് പറയുന്നുണ്ട്, നിങ്ങൾ ചികിത്സയ്ക്ക് പോകുന്നതൊക്കെ കൊള്ളാം, പക്ഷേ ചികിത്സയ്ക്ക് പോയി അവിടെ ചെന്ന് കണ്ണനുമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി അത് കണ്ണൻ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ സ്വാതിക്ക് വേണ്ടിയിട്ട് കണ്ണൻ എന്തെങ്കിലും സഹായം ചെയ്യും എന്ന് പറഞ്ഞതുകൂടി നമുക്ക് കിട്ടാണ്ട് പോകും. അതുകൊണ്ട് ആവശ്യമില്ലാത്ത പണിക്കൊന്നും പോകണ്ട. മേഘനാഥനോട് ഒരിക്കൽ കൂടെ പറയുകയാണ്, നീ ആവശ്യമില്ലാത്ത കേസിന് പോയാൽ നിൻ്റെ അച്ഛൻ്റെ അവസ്ഥ തന്നെ നിനക്ക് വരും. അപ്പോൾ വാമദേവൻ പറയുന്നുണ്ട്, നിൻ്റെ കരിനാക്കെടുത്ത് ഒന്നും വളയ്ക്കാണ്ടിരിക്കുമോ, നീ കരിനാക്കെടുത്ത് എന്തു പറയുന്നോ അത് അതുപോലെ തന്നെ നടക്കുന്നുണ്ട്, അവിടെ ഒന്നും മിണ്ടാതിരിക്കുമോ എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ദുർഗയും അതുപോലെ തന്നെ നമ്മുടെ കരുണയും ഉണ്ണിയൊക്കെ ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കരുണ പറയുന്നുണ്ട്, എന്തായാലും ഈ മാസം അമ്മയുടെ പിറന്നാൾ വരെ മഹാലക്ഷ്മിക്കും കണ്ണനും ആയുസുള്ളൂ, കാരണം അതോടുകൂടി എല്ലാ പരിപാടികളും ഓക്കെ ആയി കിട്ടും, നിങ്ങൾ ചെയ്ത പോലെയുള്ള കേസൊന്നുമല്ല ഞാനും മുത്തശ്ശിയും കൂടി ചെയ്യുന്നതെന്ന് കരുണ പറയുന്നുണ്ട്. എന്നിട്ട് കരുണ പറയുകയാണ്, കാര്യം ഞാനും മുത്തശ്ശി ആസൂത്രണം ചെയ്തിരിക്കുന്ന ഈ പരിപാടി വിജയിക്കും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പ് തന്നെയാണ്. അപ്പം നമ്മുടെ കണ്ണൻ പറയാലോ ഉണ്ണി പറയുന്നുണ്ട്, അതെ നീ പരിപാടിക്ക് പോകുന്നതൊക്കെ കൊള്ളാം, നിൻ്റെ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്നുള്ള കാര്യം ഓർമ്മ വേണം, അതോടൊപ്പം ഇപ്പോൾ എനിക്ക് അവിടെ ഒരു ജോലിയെങ്കിലും കണ്ണേട്ടൻ്റെ അടുത്തുണ്ട്, ഇനി നിൻ്റെ ഈ പരിപാടി എങ്ങാനും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ കണ്ണേട്ടൻ്റെ അവിടെ ഈ ഉള്ള ജോലിയും കൂടെ എനിക്ക് പോകും. അപ്പോൾ നമ്മുടെ കരുണ പറയുന്നുണ്ട്, അല്ലെങ്കിൽ തന്നെ അവരുടെ കീഴിൽ എന്തിനാണ് വർക്ക് ചെയ്യണത്, എനിക്കിഷ്ടവുമല്ല, അതും കണ്ണേട്ടനെ സഹിക്കുകയല്ല അതിൻ്റെ മേളിലൊരുത്തിയെ കൂടെ സഹിക്കണം, അതാ എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്തതെന്ന് കരുണ പറയുന്നുണ്ട്. എന്തായാലും കരുണയും മുത്തശ്ശിയും കൂടെ ഒരു വൻ പരിപാടിയാണ് അമ്മയുടെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ എന്ത് പരിപാടി ആസൂത്രണം ചെയ്താലും അതൊന്നും മഹിയെയും അതുപോലെ കണ്ണനെയും ഏക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ അങ്ങനെ ഇരുന്ന് ഇവർ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം ഇങ്ങനെ എല്ലാം ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ മേഘനാഥനും വാമദേവനും കൂടെ നമ്മൾ തോമസ് ഡോക്ടറുടെ അടുത്ത് വരികയാണ്. അങ്ങനെ ഡോക്ടറുടെ അടുത്ത് വന്ന് ഒരുപാട് പേര് കാണാനായിട്ട് നിൽക്കുകയാണ്. പക്ഷേ ഇവർ ഒരു കാറിൽ ഇങ്ങനെ വന്നിറങ്ങുന്നുണ്ടെങ്കിലും പിന്നെ നമ്മുടെ മഹാലക്ഷ്മിയും അവരൊന്നും അതായത് മഹാലക്ഷ്മിയെയും കണ്ണനെയൊന്നും ഇവർ കാണുന്നില്ല, കാരണം അവർ കുറച്ച് മാറി വേറൊരു സ്ഥലത്താണ്. അപ്പോൾ ഇവർ നേരെ കാർ ഇറങ്ങി ചീട്ടൊക്കെ എടുത്തിട്ട് ഡോക്ടറെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ മഹാലക്ഷ്മിയും കണ്ണനും പറയുന്നുണ്ട്, ഇവരെത്തിയിട്ടുണ്ട്, എന്തോ ദുരുദ്ദേശത്തോടു കൂടെ തന്നെയാണ് എത്തിയിരിക്കുന്നത്, ഡോക്ടറെ അറിയിക്കണം, കാരണം ഡോക്ടർ എങ്ങാനും ഇനി മനസ്സിലാവാണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്താലോ. അപ്പോൾ കണ്ണൻ പറയുന്നില്ല, ഒരിക്കലും ഇല്ല, അങ്ങനെ ഡോക്ടർ ഒരിക്കലും എൻ്റെ കാര്യങ്ങളും മറ്റൊരാളുമായിട്ട് പറയാൻ ചാൻസ് ഇല്ല എന്ന് കണ്ണൻ തീർത്തു പറയുന്നുണ്ട്. അങ്ങനെ അവർ അടുത്തതായിട്ട് കാണാൻ ഓരോ പേഷ്യൻ്റായിട്ട് കണ്ട് ഡോക്ടറെ പോകണം. അപ്പം ആ സമയത്ത് അടുത്തായിട്ട് കയറേണ്ടത് മേഘനാഥനും അച്ഛൻ വാമദേവനും കൂടെയാണ്. അപ്പം മേഘനാഥനെ കണ്ട സമയത്ത് തന്നെ തോമസ് ഡോക്ടർക്ക് മേഘനെ ഓർമ്മ വന്നു, കാര്യം പണ്ട് മഹീനെ ചിതയിൽ വെച്ച് കത്തിച്ച് നിൽക്കുന്നതിൻ്റെ ആ ചിരിച്ചുകൊണ്ടുള്ള വീഡിയോ ഇന്നും തോമസ് ഡോക്ടർ ഓർക്കുന്നുണ്ട്. അപ്പോൾ ഇത് അവരിൽ ഇന്ന ആളാണ് എന്നുള്ളത് ഡോക്ടർക്ക് മനസ്സിലായി.
അങ്ങനെ അവർ വന്ന കാര്യമൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനെ ഒരു കെട്ടിടത്തിന് മേളിൽ നിന്ന് വീണയാണ്, അച്ഛന് ഇനി ഒരിക്കലും നടക്കാൻ പറ്റില്ലെന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞത്. അപ്പോൾ ഡോക്ടർ ഒന്ന് നോക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ചോദിച്ചു, നിങ്ങൾക്ക് ഇവിടെ എങ്ങനെ അറിയാമെന്ന് പറഞ്ഞപ്പോൾ ഈ സ്ഥലം ആരാ പറഞ്ഞു തന്നത്, ഇവിടെ എങ്ങനെ അറിയാമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ ബന്ധുവാണ് നമ്മുടെ കണ്ണൻ. അപ്പോൾ കണ്ണേട്ടൻ്റെ ചികിത്സയൊക്കെ എവിടെയാണ് ചെയ്യുന്നതെന്ന് അറിഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ എൻ്റെ പേര് മേഘനാഥനാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പറയാം, അതേലോ, അപ്പോൾ കണ്ണൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയുണ്ടെന്ന് മേഘനാഥൻ ചോദിക്കണം. അതറിയാൻ മാത്രമാണല്ലോ കണ്ണൻ വന്നിരിക്കുന്നത്. അപ്പോൾ പറഞ്ഞു ഡോക്ടർ മുഖഭാവം മാറ്റി. കാര്യം ഇത് ഏറ്റവും കൂടുതൽ ശത്രുക്കളെ ലിസ്റ്റിൽപ്പെടുത്താവുന്ന ആൾക്കാരാണ് ഈ വാമദേവനും മേഘനാഥനും. അപ്പോൾ ഡോക്ടറുടേതായ ഒരു രീതിയിൽ അതൊക്കെ മുഖമൊക്കെ ഇമോഷൻ വരുത്തി വെച്ചിട്ട് പറഞ്ഞു, ഇല്ല, എനിക്ക് വലിയ പ്രതീക്ഷകളൊന്നുമില്ല. അയാളുടെ ഒരു വിരൽ ഒരു കാലിൽ അനങ്ങിയെങ്കിലും മറ്റേ കാൽ അനക്കാനും ഇതുവരെ പറ്റിയിട്ടില്ല. 1% പോലും ഒരു ഉറപ്പ് എനിക്ക് കണ്ണൻ്റെ കാര്യത്തിലില്ല എന്ന് ഡോക്ടർ പറയുന്നുണ്ട്. ആ സമയത്ത് മേഘനാഥൻ്റെ മുഖത്ത് വന്ന ആ ഒരു പുഞ്ചിരി അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം അത്രയ്ക്ക് ഒരിതായിട്ടുള്ള ചിരിയായിരുന്നു. അപ്പോൾ ആ ചിരി നമ്മുടെ ഡോക്ടർ തിരിച്ചറിയുന്നുണ്ട്. അത് വാമദേവൻ ചോദിക്കുന്നുണ്ട്, എന്നാലും എങ്ങനെയുണ്ട്, നടക്കാൻ ഭാവിയിൽ എന്തെങ്കിലും സ്കോപ്പ് ഉണ്ടോ ഡോക്ടറെ, അവൻ ഇത്രയും നാളായില്ലേ എന്നൊക്കെ ഉള്ള രീതിയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ വാമദേവൻ്റെ അടുത്തും പറയുന്നുണ്ട്, എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തു കൊടുത്തു. പക്ഷെ എന്തായാലും ഇനി നടക്കുന്ന കാര്യത്തിൽ സംശയമാണ്, 1% പോലും ഉറപ്പില്ല. ഇതും കൂടെ കേട്ടപ്പോൾ പിന്നെ വാമദേവനും മതിയായ സന്തോഷമാവും. അപ്പോൾ എന്തായാലും കണ്ണൻ ഇനി നടക്കില്ല എന്നുള്ള കാര്യത്തിൽ ഉറപ്പായി എന്നത് മേഘനാഥനും വാമദേവനും വലിയ സന്തോഷം ഉളവാക്കി. അപ്പോൾ ഇവരിവിടെ ഇങ്ങനെ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യമൊക്കെ അവരെ എത്രയും വേഗം അറിയിക്കണം എന്നും ഇങ്ങനെ തോമസ് ഡോക്ടർ മനസ്സിൽ ചിന്തിച്ചിരിക്കുകയാണ്. അങ്ങനെ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യത്തിനായിട്ട് അവർ പറഞ്ഞു, എന്തായാലും ഞങ്ങളിവിടെ ഒരാഴ്ച അച്ഛനെ അഡ്മിറ്റ് ചെയ്ത് ചികിത്സിക്കുക എന്നുള്ള രീതിയിൽ കണക്കാക്കിയാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഡോക്ടർ അച്ഛനെ അഡ്മിറ്റ് ചെയ്ത് ചികിത്സിക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശരി, ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് പരിശോധിക്കുകയാണ് നമ്മുടെ വാമദേവൻ. അപ്പോൾ ഡോക്ടർ പരിശോധിച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞു, ഇല്ല, നട്ടെല്ലിൻ്റെ മുഴുവൻ ഭാഗങ്ങളും തകർന്നിരിക്കുകയാണ്, ഇനി അതൊരിക്കലും ശരിയാവാൻ ചാൻസ് ഇല്ല എന്നുള്ള കാര്യം തോമസ് ഡോക്ടർ വാമദേവൻ്റെ അടുത്ത് മേഘൻ്റെ അടുത്തും പറയുകയാണ്. ഇത് കേട്ടപ്പോൾ വാമദേവന് വല്ലാത്ത സങ്കടമാണ് തോന്നിയത്. എങ്കിലും നമുക്ക് ട്രീറ്റ്മെൻറ്റ് ഒരാഴ്ച നോക്കാം, എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാമെന്ന് പറയുന്നു. അങ്ങനെ ഒരാഴ്ച വാമദേവനെ അവിടെ അഡ്മിറ്റ് ചെയ്യുന്ന സീനാണ് കാണിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്ന രംഗം എന്ന് പറയുന്നത് നമ്മുടെ സാഗർ അവിടെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മുടെ മേഘനാഥൻ അച്ഛനെ അഡ്മിറ്റൊക്കെ ചെയ്തിട്ട് അവിടെ തന്നെ ഹോസ്പിറ്റലിൻ്റെ അവിടെ തന്നെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് സാഗർ അവിടെ നിൽക്കുകയാണ്. അങ്ങനെ മേഘനാഥൻ സാഗറിനെ കണ്ടതും മേഘനാഥൻ അങ്ങോട്ട് ദേഷ്യം വരെയാണ്, പല കാര്യങ്ങൾ ഓർക്കുകയാണ്. അതായത് മഞ്ജു താലി വലിച്ചെടുത്ത് എറിഞ്ഞു കൊടുത്തതും അതുപോലെ കല്യാണം കഴിഞ്ഞ് അവർ രണ്ടുപേരും കൈ പിടിച്ച് നിൽക്കുന്നത് മേഘൻ്റെ മുമ്പിൽ, അതൊക്കെ ഓർത്ത് മേഘനെ കണ്ട് സഹിക്കാൻ പറ്റാത്തൊരു വിഷമം, ഇമോഷൻസ് കയറി വരികയാണ്. മേഘൻ ആരാ മോനെ വിട്ടുകൊടുത്തോ, മേഘൻ നേരെ സാഗറിൻ്റെ അടുത്തോട്ട് ചെന്ന് ചാടി വീണില്ലേ. എന്നിട്ട് സാഗറിനെ ഷർട്ടിൻ്റെ കോളർ പിടിച്ചിട്ട് അങ്ങോട്ട് തലങ്ങും വിലങ്ങനെ ഇടിക്കുകയാണ്. എടാ, നീ എൻ്റെ പെണ്ണിനെ അടിച്ചുകൊണ്ട് പോയല്ലേടാ. കാരണം മേഘൻ്റെ മനസ്സ് മൊത്തം മഞ്ജുവിനെ കൊണ്ടുപോയ ദേഷ്യവും, കാരണം തൻ്റെ സ്വത്തുക്കൾ നഷ്ടപ്പെടാൻ കാരണം എവനാണെന്നും ഒക്കെ ഉള്ള ചിന്തകൾ ഇങ്ങനെ കയറി വന്ന് ആ ദേഷ്യമൊക്കെ തീർക്കുകയാണ്. അപ്പോൾ സാഗർ ചുറ്റിനും നോക്കിയിട്ട് ഒരാൾ പോലും ഇല്ല. അപ്പോഴേക്കും അതാ നമ്മുടെ മാർക്കോ അവിടെ നിൽപ്പുണ്ടായിരുന്നു. മാർക്ക് എടാന്ന് വിളിച്ചുകൊണ്ട് വരെയാണ്. അപ്പോൾ ഈ പിന്നിലോട്ട് തിരിഞ്ഞ് നമ്മുടെ മേഘനാഥൻ നോക്കിയപ്പം കാണാം നമ്മുടെ മാർക്കോ ദേ ഓടിക്കൊണ്ട് വരണം. അപ്പോഴേക്കും മേഘനും പേടിയായിപ്പോയി. കാരണം മാർക്കോയുടെ ഇന്നാൾ കിട്ടിയ അടിയിലെ വീര്യം തന്നെ മേഘൻ ഇപ്പോഴും മാറിയിട്ടില്ല. മേഘൻ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞില്ല. അപ്പോൾ അതൊക്കെ സാഗറിൻ്റെ കോളറിന് ഷർട്ടിൽ നിന്ന് അങ്ങ് പിടിവിടുകയാണ്. അപ്പോൾ സാഗറിന് ഭയങ്കര സമാധാനം. കാര്യം എന്ന് വെച്ചാൽ ഇല്ലെങ്കിൽ മേഘ ഇന്ന് ഇടിച്ചൊരു പരുവാക്കും എന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. അങ്ങനെ സാഗറിനെ രക്ഷിക്കാൻ വേണ്ടി മേഘം മുന്നോട്ട് വരികയാണ്. ആ വരുന്ന രംഗത്തോടു കൂടിയാണ് ഇന്നത്തെ നമ്മുടെ മഹാലക്ഷ്മി സീരിയൽ വൈൻഡപ്പ് ആവണത്. അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ എന്തൊക്കെ ട്വിസ്റ്റുകളാണ് നടക്കുന്നതെന്ന് നോക്കാം. ഒന്നാമത് നമ്മുടെ കണ്ണൻ നല്ല രീതിയിൽ നടക്കാൻ പറ്റുമോ, കണ്ണൻ നല്ല രീതിയിൽ നടന്ന് അവരൊരു പുതിയ ജീവിതത്തിലേക്ക് ചുവട് വയ്ക്കുമോ, കണ്ണൻ്റെ ഈ ഒരു വളർച്ച മനസ്സിലാക്കാൻ വന്ന മേഘനാഥനും സാഗറും ഇത് കണ്ടുപിടിക്കുമോ, അതോടൊപ്പം തന്നെ നമ്മുടെ കരുണയും മുത്തശ്ശിയും കൂടെ മഹാലക്ഷ്മിനെയും കണ്ണനെയും കൊല്ലാനായിട്ടുള്ള ഒരു വൻ പദ്ധതി
പദ്ധതിയാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അത് എത്രത്തോളം ഫലപ്രദമാകും എന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ വരും ദിവസങ്ങളിൽ നമുക്ക് നമ്മുടെ മഹാലക്ഷ്മി സീരിയലിൻ്റെ ഓരോ ടെസ്റ്റ് പ്രൊമോ വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ ഞാൻ വരുന്നതാണ്. നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിഷ്ടപ്പെടുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറെ കമൻസൊക്കെ രേഖപ്പെടുത്തുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഡേ വിഷ് ചെയ്തുകൊള്ളുന്നു. ടാറ്റ, ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു, ബൈ ബൈ.